നമസ്കാരം. ഭൂമിയുടെ ഹൃദയത്തിൽ ഒരു വലിയ മുറിവുണ്ടായി. മുണ്ടക്കയിലും ചൂരൽമലയിലും ആ മുറിവ് മാറി പിളർന്ന് പുറത്തെത്തി. മുറിവിൽ നിന്നൊഴുകിയത് കണ്ണുനീരായിരുന്നു. അതിലൂടെ കല്ലും മലവെള്ളവും പ്രവഹിച്ചു. ഇത് ഒരാഴ്ച മുമ്പ് നാം കണ്ടറിഞ്ഞതാണ്. തകർന്നുപോയൊരു ജനതയെ തിരികെ കയറ്റുന്നതിനിടയിൽ ഇന്നും ഒരലർച്ച കേട്ടു. ശക്തമായ പ്രകമ്പനം, വലിയ ശബ്ദം. ഭൂമി വീണ്ടും ഭയപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ടായി. എന്നാൽ അതൊരു കരച്ചിലായിരുന്നു. എടുക്കപ്പെട്ട ജീവനോടുള്ള ഭൂമിയുടെ തേങ്ങൽ. പ്രകൃതി അങ്ങനെയാണ്. പലപ്പോഴും മനുഷ്യന് മനസ്സിലാക്കാനാകുന്നതിനും അപ്പുറം. വയനാട്ടിൽ മാത്രമല്ല, കോഴിക്കോട്ടും മലപ്പുറത്തും പാലക്കാട്ടും വരെ ഭൂമിക്കടിയിൽ നിന്ന് പ്രത്യേക ശബ്ദം കേട്ടു. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സീസ്മോളജി സെന്റർ വ്യക്തമാക്കുന്നു. നാടൊട്ടാകെ അപരിചിതമായി ശബ്ദത്തിൽ അമ്പരപ്പെട്ടപ്പോൾ ഭാവമാറ്റമില്ലാതെ നിന്ന ഒരു ജനതയുണ്ട്. മേപ്പാടിയിലെ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ. ഇതിലും എത്രയോ ഭയാനകമായിരുന്നു ആ രാത്രി. ഇതിലും എത്രയോ നിരാശാജനകമായിരുന്നു ഇക്കഴിഞ്ഞ പകലുകൾ. ഇതിലും എത്രയോ ആശങ്കാജനകമാണ് ഇനി വരും നാളുകൾ. എന്നും പുത്തുമലയുടെ നിശബ്ദതയിൽ അലിഞ്ഞ 3 ശരീരങ്ങൾ തിരികെ കയറണം. മുന്നിൽ നിന്ന് തുടങ്ങണം. ഒന്നായി തുടരണം. ഒരു നാടിന് തിരിച്ചു കയറാൻ ഇനി എത്ര ദൂരം? കൊറിയയിലൊക്കെ സ്ഫോടനം നടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു വൈബ്രേഷൻ, നല്ലൊരു വൈബ്രേഷൻ ആയിരുന്നു. അത് 2 ടൈം ഉണ്ടായിരുന്നു. മുണ്ടക്കയം പ്രദേശത്തുള്ള ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക്, ജനങ്ങൾക്കൊക്കെ വീടുകൾക്ക് ചെറിയ തരിപ്പുകൾ, ജനച്ചില്ലകളൊക്കെ ഒന്ന് വിറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ നോക്കി വരാം. വയനാട്ടിലുണ്ടായ ഉഗ്രശബ്ദം ഭൂചലനത്തിൻ്റെതല്ലെന്ന് സ്ഥിരീകരണം. ആശങ്ക വേണ്ടെന്ന് നാഷണൽ സീസ്മോളജി സെന്റർ. ഭൂമിക്കടിയിൽ ഉഗ്രശബ്ദം കേട്ടത് വയനാട്ടിലടക്കം 4 ജില്ലകളിൽ. അമ്പലവയലിൽ നിന്ന് 2 പ്രാവശ്യമായിട്ടൊരു സൗണ്ട് നമുക്ക് അനുഭവപ്പെടുകയായിരുന്നുണ്ട്. നല്ലൊരു ഇടിമുഴക്കത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേക തരം സൗണ്ട്. 2 ഇടിമുഴക്കം പോലെ 2 ശബ്ദം നല്ല രീതിയിൽ കേട്ടു. ശബ്ദം ഞങ്ങൾ കേട്ട ഈ പടം കൊണ്ടാണ് കേട്ടേ. ഞങ്ങളപ്പം വിചാരിച്ച് ഇടിയായിരിക്കും, കൂനിടിന്ന് പറഞ്ഞു കേൾക്കാം, അതായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം നാളെ. മുഖ്യമന്ത്രിയും വയനാട്ടിലേക്ക്. പുനരധിവാസത്തിന് കേന്ദ്രത്തോട് 2000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ട് കേരളം. 1200 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തബാധിത മേഖലയിൽ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കണമെന്ന് കേന്ദ്ര സംഘം. ഉരുൾപൊട്ടലുണ്ടായി 11ാം ദിനവും വയനാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. 2 മൃതദേഹവും 2 ശരീരഭാഗങ്ങളും കണ്ടെത്തിയത് സൂചിപ്പാറയിലെ വനമേഖലയിൽ. മറ്റന്നാൾ മുതൽ വീണ്ടും ജനകീയ തെരച്ചിൽ. തിരച്ചിലിനിടെ ഉച്ചവരെ ഓർത്ത് വികാരാധീനരായി നാട്ടുകാർ. ചപ്പാത്തി ഉണ്ടായിരുന്നു രാവിലെ. ചപ്പാത്തി മൂപ്പര് സൈഡിലിരുന്ന്, കുട്ടികൾ അപ്പുറം. കുട്ടികൾ അടുത്തടുത്തിരുന്ന്. എന്നിട്ട് മോനോട് സംസാരിച്ച് ഞാൻ പ്ലാൻ വരച്ചിട്ട് അയച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു കുറച്ച് മാറ്റമുണ്ട്, ഇതിനെ മഴ കഴിഞ്ഞാൽ വന്ന് നോക്കണം, പൊളിച്ച് പണിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ്ങ്. ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും 10,000 രൂപ വീതം. ജീവനോപാധി നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ. കിടപ്പ് രോഗികളുള്ള കുടുംബത്തിൽ 3 പേർക്കും ധനസഹായം. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ദുരന്തത്തിനിരയായ കോളേജ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിളവ്. റിപ്പോർട്ടർ ഇംപാക്ട്. ഉരുൾപൊട്ടലിൽ ജീപ്പ് നഷ്ടപ്പെട്ട നിയാസിന് റിപ്പോർട്ടറിലൂടെ കൈത്താങ്ങ്.
ജീപ്പ് വാങ്ങാൻ മുഴുവൻ പണവും നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ്. കുറച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കി പണം, കൊടുക്കുന്നില്ല എങ്കിൽ മുഴുവൻ പണവും കൊടുത്ത് നിയാസിന് അതുപോലൊരു ഒരു നല്ല ഗംഭീരമായ ജീപ്പ് നമ്മൾ വാങ്ങും. നിയാസിന്റെ സമാധാനം നമ്മൾ തിരിച്ചുകൊണ്ടുവരും. 3 ലക്ഷം വാഗ്ദാനം ചെയ്ത് പരപ്പനങ്ങാടിയിലെ വാട്സപ്പ് കൂട്ടായ്മ ഫണ്ണീസ്. സഹായം റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ. സന്തോഷമെന്ന് നിയാസ്. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പ്രതിപക്ഷം. ജഗദീപ് ധൻഖർ ജയാ ബച്ചനെ അപമാനിച്ചെന്ന പ്രതിപക്ഷ ആരോപണം. സഭാധ്യക്ഷന് പ്രതിപക്ഷത്തിന്റെ ശബ്ദമില്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന കോൺഗ്രസ്. പ്രതിപക്ഷ നീക്കത്തിന് പിന്നാലെ പാർലമെന്റ് സമ്മേളനം അവസാനിപ്പിച്ച സർക്കാർ. പാരീസ് ഒളിമ്പിക്സിലെ യോഗ്യതയിൽ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ അതിവേഗം തീരുമാനമെടുക്കുമെന്ന് കായിക തർക്ക പരിഹാര കോടതി. അന്തിമ തീരുമാനം യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിന്റെ ഭാഗം കൂടി കേട്ട ശേഷം ഭാരപരിശോധനാ തീരുമാനം റദ്ദാക്കണമെന്നും വെള്ളി മെഡൽ പങ്കിടണമെന്നും വിനേഷ് ഫോഗട്ട്. കൊച്ചി നെട്ടൂരിൽ പുഴയിൽ വീണ് കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയത് 12 മണിക്കൂറിന് ശേഷം കുമ്പളം പാലത്തിന് സമീപത്ത് നിന്ന്. 16-കാരി ഫിദ അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ. മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം. CBI ED കേസുകളിൽ ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതി. ഉത്തരവ് വിചാരണ വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. സിസോദിയുടെ ജയിൽ മോചനം 17 മാസത്തിന് ശേഷം. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ PRC ജയ്ഷും മനു ഭാക്കേറും ഇന്ത്യൻ പതാകയേന്തും. വെങ്കല മെഡൽ നേട്ടത്തിനു പിന്നാലെ PRC ജയ്ഷിന് പുതിയ ചുമതല. ഹോക്കി ദേശീയ ജൂനിയർ ടീമിന്റെ മുഖ്യ പരിശീലകനാക്കി. 4x400 മീറ്റർ റിലേയിൽ പുരുഷ വനിതാ ടീമുകൾ പുറത്ത്. ദുരന്തം വിതച്ച വയനാടിന് 11 വയസ്സ്. ഇന്ന് 11ാം നാളാണ്. റിപ്പോർട്ടറിന്റെ സമഗ്ര വാർത്തയും പൂർണ്ണമായും വയനാട്ടിൽ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ 11ാം നാളിലും. നാളെ പ്രധാനമന്ത്രി എത്തും. ദേശീയ സഹായത്തിന്റെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അപ്പോഴും വയനാട് ഭീതി പരത്തി പലയിടത്തും ഭൂമിക്കിടിയിൽ ഇന്ന് ഉഗ്രശബ്ദം കേട്ടത് ആശങ്കയുണ്ടാക്കി. അമ്പലവയലിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും മുഴക്കം കേട്ടെന്ന് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും പറഞ്ഞു. എന്നാൽ വയനാട്ടിൽ ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ മേഘശ്രീയും അറിയിച്ചു. രാവിലെ 10 മണിക്ക് ശേഷമാണ് അമ്പലവയൽ, നെന്മേനി പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉഗ്രശബ്ദമുണ്ടായത്. ജനങ്ങൾക്കൊക്കെ വീടുകൾക്ക് ചെറിയ തരിപ്പുകൾ, ജനച്ചില്ലകളൊക്കെ ഒന്ന് വിറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു. ഇടിമുഴക്കം പോലെ 2 ശബ്ദം നല്ല രീതിയിൽ കേട്ടു. ഞങ്ങളപ്പം വിചാരിച്ച് ഇടിയായിരിക്കും, കൂനിടിന്ന് പറയുന്നത് കേൾക്കാം, അതായിരിക്കുന്നത്. അപ്പൊ വീടിന്റെ മേലെ 2ാം നിലന്റെ മുകളിൽ നിന്ന് ഒരു കിലുക്ക് കേട്ടു. എന്തോ പൊടിയുന്ന പോലെ ഒരു ഒച്ച കേട്ടു. എന്താണെന്നറിയില്ല. പിന്നെ നോക്കുമ്പോൾ പാത്രം കിലിങ്ങിയെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രകമ്പനം മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലും ഉണ്ടായി. നമ്മൾ വലിയ കുറികളുടെയൊക്കെ സൈഡിലൊക്കെ നമ്മളൊന്ന് നിൽക്കുമ്പോൾ ഈ അവിടെ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻ അല്ലേ, ആ വൈബ്രേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വലിയൊരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും പ്രകമ്പനം അനുഭവപ്പെട്ടു. സംഭവ സ്ഥലത്തെത്തിയ റവന്യൂ വകുപ്പ് വിശദമായി പരിശോധന നടത്തി. പ്രകമ്പനം ഉണ്ടായ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയെന്ന് സുൽത്താൻ ബത്തേരി തഹസിൽദാർ ജ്യോതിലക്ഷ്മി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആളുകൾ ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്. ഔദ്യോഗികമായിട്ടൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ക്യാമ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവർക്ക് ക്യാമ്പിൽ വരാം. കോഴിക്കോട് കൂടരഞ്ഞിയിലും മുക്കത്തും പ്രകമ്പനം അനുഭവപ്പെട്ടു. പ്രകമ്പനം ഉണ്ടായെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും താമരശ്ശേരി തഹസിൽദാർ ഹരീഷ് പറഞ്ഞു. അനുഭവപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ ചെറുതായിട്ട് ഒരു ഷേക്ക്, വീടൊന്നൊരു ഷേക്കായി ജനലൊക്കെ ഇളകി ജർക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് ജിയോളജി ഡിപ്പാർട്ട്മെന്റും ഫർദർ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റൊക്കെ പരിശോധിക്കേണ്ടതാണ്, പരിശോധിക്കും. എന്നാൽ ഭൂചലനമല്ലെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി സ്ഥിരീകരിച്ചു. It is not the natural earthquake. When the 10-day landslide happened, as a result, the land masses becomes weakened. It was become very weak. So land mass is shifting towards the down, and that land masses create trembling sound, and that was the surface land sounds. Nothing to worry. ഉഗ്രശബ്ദമുണ്ടായ ഇടങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, വയനാട്. വയനാട്ടിലെ 11ാം നാളിലെ തെരച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ സാനിയോയും ഈ ഉഗ്രശബ്ദം കേട്ടത്. ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. എന്തോ ഒച്ച കേൾക്കുന്നു.
വണ്ടികളെ JCB കുറച്ച് ഇടി ഇടിനെ ആയിരിക്കും അല്ലേ? അവിടെ നോക്കി ആ മലേൻ്റെ മുകളിൽ ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചു പോയി. എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ഉരുൾപൊട്ടലിൻ്റെ വാർത്ത കേൾക്കും എന്ന ഭയത്തിലിരിക്കുന്ന സമൂഹത്തിന് ഇന്നത്തെ ശബ്ദം വല്ലാതെ ആശങ്കയുണ്ടാക്കിയിരുന്നു. പക്ഷേ ഒടുവിൽ നാഷണൽ സിസ്മോളജി സെൻറ്റർ സ്ഥിരീകരിച്ചതോടെ അത് ഭൂചലനമല്ല, തൽക്കാലം ആശ്വാസം വിട്ടൊഴിഞ്ഞു. നമുക്കൊപ്പം ഡോക്ടർ S. ശ്രീകുമാർ ചേരുന്നുണ്ട്. ജിയോളജിസ്റ്റാണ് ഡോക്ടർ S. ശ്രീകുമാർ. ഒപ്പം വാർഡ് മെമ്പർ രാഘവനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ S. ശ്രീകുമാറിലേക്ക്. വെരി ഗുഡ് ഈവനിങ് ഡോക്ടർ S. ശ്രീകുമാർ. അല്പം ആശങ്കയുണ്ടാക്കിയ ശബ്ദമാണ് കേട്ടത്. പലരും പറഞ്ഞത് ക്വാറിയുടെ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നത് പോലെ വലിയ ഒരു ഇടിമുഴക്കം പോലെയാണ് ഇത് കേട്ടത് എന്നാണ്. ചിലർ പറഞ്ഞത് ഒരു കൂണിടി എന്നൊക്കെയാണ് അവരുടെ നാട്ടിൽ പറയുന്നത്. അങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്നാണ്. ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന് നാഷണൽ സിസ്മോളജി സെൻറ്റർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ശബ്ദവും മുഴക്കവും ഒക്കെ ഉരുൾപൊട്ടലിന് ശേഷം ഈ പ്രകമ്പനങ്ങൾ സ്വാഭാവികമാണോ ഡോക്ടർ S. ശ്രീകുമാർ? നമ്മൾ ജനങ്ങൾ ഈ പ്രദേശത്തുള്ളത് ഒരു പരിഭ്രാന്തരായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മലയിടിച്ചിൽ പല സ്ഥലങ്ങളിലും നടന്നതിന് ശേഷം ഇത്തരത്തിലുണ്ടാകുന്ന മുഴക്കങ്ങളും ഒക്കെ ജനങ്ങളെ പരിഭ്രാന്തി ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലത്തിന് മുമ്പ് ചിലപ്പോൾ ശബ്ദങ്ങൾ കേൾക്കാം, മുഴക്കങ്ങൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കേൾക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാറയ്ക്കടിയിൽ നിന്നും ഊർന്നിറങ്ങുന്ന നീർച്ചാലുകളിൽ അത് വളരെ ടേർബിഡായിട്ട് കലങ്ങി മറിയുന്ന തരത്തിൽ വെള്ളം വരിക, പുറത്തേക്ക് വരിക. അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ തരത്തിലുള്ള ഇടിച്ചിലുകൾ നടക്കുക. ഇതൊക്കെ ഒരു നാച്ചുറൽ സിംറ്റമാണ് ഈ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ എന്ന് നമ്മൾ സാധാരണ ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് പല പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കൊരു പരിഭ്രാന്തി വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതരാവണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ മാത്രമല്ല, പല സമയങ്ങളിലും കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഈ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും സൗണ്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സീസ്മോളജിക് സെൻറ്ററിലൊന്നും തന്നെ ഒരു വൈബ്രേഷൻ, എർത്ത്ക്വേക്ക് ട്രിമർ എന്ന് പറഞ്ഞിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ഒരു വലിയ തരത്തിൽ. പക്ഷെ അപ്പോഴും ശ്രീകുമാർ, ഇപ്പോൾ ചില തരത്തിലായിരിക്കാം ഈ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്റ്റീൽ ഗ്ലാസുകൾ അനങ്ങി എന്ന് അവിടുത്തെ ടീച്ചർമാർ പറയുന്നുണ്ട്. മറ്റു ചില പറയുന്നത് വീടുകൾക്ക് ആ ചെറിയ ചലനമുണ്ടായി എന്നത് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂചലനത്തിൻ്റെ തീവ്രതയിലേക്ക് എത്താൻ പറ്റാത്ത മിനി ചലനങ്ങളെന്നാണോ നമ്മളതിനെ കണക്കാക്കേണ്ടത്? അതല്ല അതിന് മറ്റെന്തെങ്കിലും ഒരു പേരുണ്ടോ? പ്രകമ്പനം എന്നാണോ നമ്മൾ പറയുന്നത് മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ? ചെറിയ ട്രിമേഴ്സ്, ഇപ്പോൾ 2ൽ കുറവൊക്കെ 1 ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചും മഴ പെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഈ നമ്മുടെ ഭൂഗർഭ ജലം അത് അതിൻ്റേതായിട്ടുള്ള ഒരു കോഴ്സിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂമിയുടെ മേൽമണ്ണിൽ നിന്നും ഈ വെള്ളം താഴ്ന്നിറങ്ങി താഴെയുള്ള ദ്രവിച്ച പാറകളിലെത്തുന്നു. അങ്ങനെ എത്തുമ്പോഴത്തേക്ക് ഒരു ഹൈഡ്രോളിക് ഫ്രാക്ചറിങ്, നമ്മുടെ ദ്രവിച്ച പാറകൾ താഴെയുള്ള ഏതാണ്ട് 4-5 മീറ്ററിന് താഴെയുള്ള പാറകളിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്രാക്ചറിങ് നടക്കാം. അതിന് സാധ്യതയുണ്ട്. കാരണം വെള്ളം ഊർന്നിറങ്ങി അതൊരു ലൂബ്രിക്കൻ്റായിട്ട് അവിടെ, അതായത് വളരെ മയപ്പെടുത്തുന്ന രീതിയിൽ വെള്ളം അവിടെ ആക്ട് ചെയ്യും. അവിടെയുള്ള ഫ്രാക്ചറുകളിൽ കൂടെയൊക്കെ ചെറിയ തെന്നലുകൾ പോലെ വരാനുള്ള ഒരു സാധ്യത. ഒരു സംശയമുള്ളത് ഡോക്ടർ ശ്രീകുമാർ, ഇതേതെങ്കിലും സാഹചര്യത്തിൽ മറ്റൊരു മണ്ണിടിച്ചിലേക്കോ ഉരുൾപൊട്ടലിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ടോ ഇത്തരം ലഘു പ്രകമ്പനങ്ങൾ? അതെ, ഈ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ, മൂളലുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു ചരിവ് കൂടിയ, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ എവിടേക്കാണ് ഹൈ ഹസാഡസ് സോൺ, ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അത് ആ പ്രദേശത്തെ DM പ്ലാനുകൾ, ദുരന്ത നിവാരണ പദ്ധതിയിൽ അതുണ്ട്. ആ പഞ്ചായത്തുകൾക്ക് അതറിയാം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും അത്തരത്തിലുള്ള ദുരന്ത നിവാരണ രേഖയും ആ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് സാധ്യത കൂടിയ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ ജാഗ്രത പാലിക്കണം. ഇനിയും വളരെ സാധ്യത കൂടിയ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമാണെങ്കിൽ അവിടെ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നത്. അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇത്തരം ലഘുപ്രകമ്പനങ്ങളാണെങ്കിൽ പോലും ഈ സ്ലോപ്പ് കൂടിയ വല്ലാതെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുന്ന പശ്ചാത്തലത്തിലൊക്കെ അത് വേണമെങ്കിൽ മറ്റൊരു ഉരുൾപൊട്ടലിലേക്ക് പോകാം എന്നാണ് ഈ ലഘുപ്രകമ്പനങ്ങൾ കൊണ്ട്. തീർച്ചയായും അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ചെറിയ ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങൾ നമ്മൾ പറയുന്നത് നേച്ചർ സിഗ്നൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഉയർന്ന വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സാധ്യതാ പ്രദേശങ്ങളിൽ ഈ ട്രിമറൊക്കെ കേൾക്കുന്നത് ചെറിയ തരത്തിലുള്ള ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളി കളയാൻ. ഒരു സംശയമുള്ളത് ശ്രീകുമാർ, തീർച്ചയായിട്ടും മഴ പെയ്ത ദിവസമല്ല ഈ ശബ്ദം കേട്ടത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മഴ അല്പം തോന്നു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ വെയിലും ഒക്കെ പരക്കുന്നുണ്ടായിരുന്നു. അപ്പം മഴ പെയ്ത് കഴിഞ്ഞ് ഒരു 2 ദിവസം ഇടവേള എടുത്താണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്. അങ്ങനെയാണോ ഈ പ്രതിഭാസം ഉണ്ടാവുക? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ നമ്മുടെ എത്രയോ മീറ്ററുകൾ, കാരണം മുകളിൽ നിന്നും മേൽമണ്ണുണ്ട്, മേൽമണ്ണിൻ്റെ താഴെ വെട്ടുകല്ലുണ്ട്, ആ വെട്ടുകല്ലിൻ്റെ താഴെ കളിമണ്ണുണ്ട്, ആ കളിമണ്ണിൻ്റെ താഴെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ അപക്ഷയം ബാധിച്ച അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള റോക്കുകൾ, ഈ പാറകളുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഫ്രാക്ചേഴ്സ് ആണുള്ളത്. ആ ഫ്രാക്ചറിലേക്ക് എത്തിപ്പെടണമെങ്കിൽ വെള്ളം കൃത്യമായിട്ട് എത്തിപ്പെടണമെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പുത്തുമലയോ അതല്ലെങ്കിൽ നമ്മുടെ ചൂരൽമലയോ ഒക്കെ അവിടുത്തെ തിക്നെസ്സും ഒക്കെ അനുസരിച്ചിട്ട് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ആ വെള്ളം അവിടെ എത്താൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് ഒരു വളരെ വ്യക്തമാണ്. ശാസ്ത്രീയമായ വിശദീകരണത്തോടു കൂടി ആശങ്ക വേണ്ടതില്ല എന്നും, പക്ഷേ എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ക്യാമ്പിലേക്ക് പോകുന്നതാണ് നല്ലതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ശ്രീകുമാർ? അതെ, അത് തന്നെയാണ് ശരി, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. തീർച്ചയായും. അപ്പോൾ അതിൽ ആശങ്ക ഇനി വേണ്ടതില്ല. മന്ത്രി മുഹമ്മദ് റിയാസും നമുക്കൊപ്പമുണ്ട്. IC ബാലകൃഷ്ണൻ MLA നമുക്കൊപ്പം ചേരുന്നു. ആദ്യം മിനിസ്റ്റർ മുഹമ്മദ് റിയാസിലേക്ക്. മിനിസ്റ്റർ, ഇന്നിപ്പോൾ ചെറിയ ശബ്ദങ്ങൾ കേട്ടത് അല്പം ആശങ്കയുണ്ടാക്കി. പക്ഷേ നാഷണൽ സിസ്മോളജി സെൻറ്ററുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർ അത്തരം യാതൊരു സാധ്യതയുമില്ല, ലഘുപ്രകമ്പനങ്ങൾ മാത്രമാണ്, ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അറിയിച്ചു. ഇപ്പോൾ ജിയോളജിസ്റ്റും കൃത്യമായ വിശദീകരണം നൽകി. പക്ഷേ വലിയ സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലമാണെങ്കിൽ അവിടെ താൽക്കാലികമായിട്ട് ആ സാഹചര്യങ്ങളിൽ ക്യാമ്പിലേക്ക് മാറ്റുക എന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു സാഹചര്യം കൂടി എങ്ങനെയാണ് നിങ്ങൾ കണക്കിലാക്കുന്നത് മിനിസ്റ്റർ? ചെറിയൊരു ആശങ്കയുണ്ടായോ ആ ഘട്ടത്തിൽ? ആ ഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും കലക്ട്രേറ്റിലുണ്ടായിരുന്നു. വയനാട് കലക്ട്രേറ്റിൽ MLA-മാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കലക്ടറും ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സാധ്യമാകുന്ന നമ്മൾ ഈ ശബ്ദം കേട്ട ഇടങ്ങളിൽ, പരാതി വന്നിടങ്ങളിലേക്കൊക്കെ തന്നെ ഉദ്യോഗസ്ഥരെയും മറ്റും വിടുകയുണ്ടായി. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ബന്ധപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണിത് ഭൂചലനമല്ല എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ട് വന്നത്. എന്തായാലും ആശങ്കയുള്ളവരെയൊക്കെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നില, മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനും തയ്യാറാവുന്നൊരു നിലയാണ്. എന്നാൽ പൊതുവെ ആളുകൾ ആ പാനിക് സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവേ ഈ നാഷണൽ സെൻറ്റർ ഫോർ സെസിമോളജിയുടെ ഈ നിലപാടുകൂടി പുറത്തു വന്നതോടുകൂടി ആളുകളിൽ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. എന്നാലും മറ്റ് സാധ്യമാകുന്ന കാര്യങ്ങൾ എന്താണോ പ്രിക്കോഷണറി സ്റ്റെപ്സായി എടുക്കേണ്ടത് അതൊക്കെ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പൊതുവെ ആലോചിച്ചിട്ടുള്ളത്. ഓക്കെ, അക്കാര്യത്തിലൊരു വിശദീകരണം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ നമുക്ക് ആശങ്ക വേണ്ടതില്ല. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയാൽ നാളെ പ്രധാനമന്ത്രി വരികയാണ്. നമ്മൾ 2000 കോടി രൂപയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന്. L3-യിലുള്ള ഒരു അതിതീവ്രമായ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ കരുതുന്നത്. കേന്ദ്ര സംഘം ഇന്നിപ്പോൾ സന്ദർശനം നടത്തി. മിനിസ്റ്റർക്ക് എന്താണ് ആ സന്ദർശനം നടത്തിയ വേളയിൽ തോന്നിയത്? അവരുമായി കേന്ദ്ര സംഘവുമായി സംസാരിക്കാനെങ്ങാനും സാധിച്ചിരുന്നോ മിനിസ്റ്റർ? അതെ, കേന്ദ്ര സംഘവുമായി നമ്മൾ സമയമെടുത്ത് സംസാരിച്ചിരുന്നു. കേന്ദ്ര സംഘം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളെല്ലാ കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവതരിപ്പിച്ച പ്രസൻറ്റേഷനും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെ അവർ ഇതിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് തന്നെ ബോധ്യപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്.
ഇപ്പോൾ അടിയന്തര പുനർനിർമ്മാണത്തിന് വേണ്ടി, അതായത് റീകൺസ്ട്രക്ഷന് വേണ്ടി ഉള്ള തുകയും, അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ടും ദുരന്ത മേഖലയിലെ ഡർബിസ് ക്ലീനിങ്, ചെളിയും മറ്റും ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവരുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതീവ ഗൗരവത്തോടു കൂടിയുള്ള പ്രശ്നമായി ഇതിനെ കാണും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നാളെ പ്രധാനമന്ത്രി കൂടി വന്നു കഴിഞ്ഞാൽ ഈ ദുരന്തത്തിൽ നിന്നും അതിജീവനത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നതിൻ്റെ കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ മാറും എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. മിനിസ്റ്റർ, ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു കാര്യം റിപ്പോർട്ടർ ടിവിയും നമ്മളടക്കം ആദ്യം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഈ പുനരധിവാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് അടിയന്തരമായിട്ടൊരു ധനസഹായം അനുവദിക്കണം. നമ്മൾ 5000 രൂപയാണ് പറഞ്ഞത്, പക്ഷേ സർക്കാർ 10000 രൂപ തന്നെ അനുവദിച്ചു എന്നതിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യം. അതിലുമപ്പുറം ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിൽ നിന്ന് 2 യോഗ്യരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് 300 രൂപ വീതവും, ആശുപത്രിയിൽ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ മൂന്നാമതൊരാൾക്കും 300 രൂപ വീതവും ഒരു മാസത്തേക്ക് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായി. ഈ 2 തീരുമാനവും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടർ ടി വി ഇത് നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരാളും നമ്മളോട് ഇന്നേ വരെ, എനിക്കൊന്ന് ഗവൺമെൻറ്റിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മളോട് ഇത് പുറത്തു നിന്ന ആളുകളാണ് പറയുന്നത്, അവരുടെ കയ്യിലൊന്നും പൈസയില്ല, സർക്കാരിനോടൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലും അത് പെടുത്തിയത്. അതിൽ അഭിനന്ദനങ്ങൾ. വളരെ വേഗം തന്നെ തീരുമാനമെടുത്തു. 11-ാം ദിവസം തന്നെ നമുക്ക് മറ്റന്നാളോട് കൂടി പണം അവരുടെ കൈകളിലേക്ക് എത്തും. അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മിനിസ്റ്റർ. ഡോക്ടർ അരുണിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മൾ തമ്മിൽ ഇത് ചർച്ച ചെയ്തിരുന്നു. ചാനൽ ചർച്ചയിലും ചർച്ച ചെയ്തു. അരുൺ ഇതിനെക്കുറിച്ച് ശ്രദ്ധപ്പെടുത്തി, അല്ലാതെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ഈ അഭിപ്രായം വന്നിരുന്നു. ഞങ്ങളത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ തന്നെ തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഒരു ആശ്വാസം എന്നുള്ളതിൽ ചെയ്യാൻ സാധ്യമാകുന്ന, ഒരു സർക്കാരിന് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കാര്യമെന്നുള്ള നിലയിൽ തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം ക്യാമ്പിൽ കഴിയുന്നവർ, ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലരും വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലാണ്. അപ്പോൾ അവർക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും അവർക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ധൈര്യം പകരാനാവുമ്പോൾ തന്നെ വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ടെമ്പററി റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, വീടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ കൂടിയ മീറ്റിങ്ങിൽ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് വേണ്ട ഫർണിച്ചർ, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ ലഭ്യമാക്കണം, അത് ലഭ്യമാക്കുക. ആരൊക്കെയാണ് അവിടെ താമസിപ്പിക്കേണ്ടത്? ഇപ്പോൾ അവിടെ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളെയും ഒറ്റയടിക്ക് നമുക്ക് താമസിപ്പിക്കാനാകില്ല. എന്നാൽ ആരെയൊക്കെ സെലക്ട് ചെയ്യണം, അതിൽ കൃത്യമായ പ്രോസസ്സ് പാലിച്ചുകൊണ്ട് പോകാൻ കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ സാധ്യമാകുന്നവരെ മെല്ലെ 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 മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു നില സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അവർക്ക് വലിയ നിലയിൽ ആശ്വാസമായി മാറും. അപ്പോൾ താൽക്കാലിക പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തെ സമയബന്ധിതമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഞാൻ തിരിച്ചു വരാം. എനിക്ക് നമ്മളൊപ്പം MLA കൂടിയുണ്ട്, IC ബാലകൃഷ്ണൻ. ശ്രീ IC ബാലകൃഷ്ണൻ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനോടൊപ്പം ഈ പ്രതിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്. അത് മറ്റൊരു മാതൃകയാണ്. ഈ നേരം അത്രയും സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. IC ബാലകൃഷ്ണനെയും T സിദ്ദിഖിനെയും പോലെയുള്ള MLA മാരും വളരെ സജീവമായി മന്ത്രിമാർക്കൊപ്പം ദുരന്ത മേഖലയിൽ തന്നെയുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പുനരധിവാസത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ശ്രീ IC ബാലകൃഷ്ണൻ, ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇപ്പോൾ താൽക്കാലിക പുനരധിവാസത്തിനുള്ള ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകൾ ഒരുങ്ങുന്നു. റിപ്പോർട്ടർ തന്നെ ഏകദേശം 65 വീടുകൾ, ഞങ്ങൾ 50 വീടെന്നാണ് കരുതിയത്, 65 വീടുകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ട് നമ്മളത് മിനിസ്റ്റർക്ക് കൈമാറും. വാടക വീടിന് തയ്യാറായി വന്നിരിക്കുന്ന മേപ്പാടിയിലെയും തൊട്ടടുത്ത പ്രദേശത്തെയും ആളുകൾ. അപ്പോൾ ഈ താൽക്കാലിക പുനരധിവാസത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ചില കാര്യങ്ങൾ MLA എന്ന നിലയിൽ താങ്കൾക്കും പറയാനുണ്ടാകുമല്ലോ. എന്താണ് ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ IC ബാലകൃഷ്ണന് തോന്നുന്നത്? അടിയന്തരമായി ഇനി നമ്മളുടെ ശ്രദ്ധ പതിയേണ്ടത് എവിടെയാണ്? അരുൺകുമാർ, നമ്മൾ ഈ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 30-ാം തീയതി മുണ്ടക്കൈ ചൂരലമല മേഖലയിലുണ്ടായ ഈ മഹാദുരന്തം ഭയാനകമാണ്. അതിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. മിനിസ്റ്റർ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജീവൻ പൊലിഞ്ഞ മനുഷ്യ ശരീരം കണ്ടെത്തുന്നതിന് വേണ്ടിയും രക്ഷാപ്രവർത്തകരുടെ കൂടെ നിന്നും, അതോടൊപ്പം തന്നെ ഈ സംഭവമുണ്ടായി അന്ന് 30-ന് വൈകിട്ട്
വൈകിട്ടാണ് 31 വൈകിട്ട് മുഴുവൻ ആളുകളെയും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, കെ രാജൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ശശീന്ദ്രൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാനും സിദ്ദീഖ് MLA യും കേളു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. താൽക്കാലികമായ പാലമിട്ട് അതിൽ നിന്നുമാണ് അവിടെ കുടുങ്ങിയ ആളുകളെ മുഴുവനും 7 മണിയോടുകൂടി ക്യാമ്പുകളിലേക്ക് എത്തിച്ചത്. അതിനുശേഷം പകുതി സമാധാനമായി. അത് രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും നോക്കിയിട്ടല്ല. അതോടൊപ്പം തന്നെ ഇന്ന് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം മന്ത്രിമാരുടെ സബ് കമ്മിറ്റി, ഞാനും ടി സിദ്ദീഖ് MLA യും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും OR കേളു മിനിസ്റ്ററും ശശീന്ദ്രൻ മിനിസ്റ്ററും കലക്ടർക്ക് ഇത് യോഗത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കുറെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മുണ്ടക്കയ പുഞ്ചിരിമുട്ട് പ്രദേശത്ത്, അതോടൊപ്പം തന്നെ ചൂരൽമല പ്രദേശത്തുള്ള അവരുടെ ബന്ധുമിത്രാദികളുണ്ട്. അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ സംശയം ദൂരീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഒരു റൗണ്ട് കൂടി മേലെ മുതൽ നമുക്ക് താഴേക്ക് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ അനുകൂലമായ നിലപാടാണ് യഥാർത്ഥത്തിൽ റിയാസ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ തന്നെ ബോധ്യമാണ്, ഒരിക്കലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ പലവട്ടവും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു പുത്തുമല ദുരന്തം പോലെയല്ല ഈ മുണ്ടക്കൈ ദുരന്തം. കനൽ ഭയാനകമാണ്. ഇനി അവിടെയുള്ള ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾ അങ്ങോട്ട് പോകാനുള്ള പ്രായോഗികമായ പ്രയാസമുണ്ടെന്ന് ക്യാമ്പുകളിൽ ഞങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എത്രയും പെട്ടെന്ന് താൽക്കാലികമായ സൗകര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് അതിന്റെ പ്രയത്നം ആരംഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മിനിസ്റ്ററും ഞാനും അതോടൊപ്പം സിദ്ദീഖ് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാര്, അതിന്റെ നോഡൽ ഓഫീസർമാര്, കലക്ടർ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ഞങ്ങളൊരു വിഷയം ചൂണ്ടിക്കാണിച്ചു. നമുക്കറിയാം, പുത്തുമല 2019 നമ്മൾ കുറെ ആളുകളെ വാടകയ്ക്ക് വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. പക്ഷെ അവരിൽ അവസാനം വാടക കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഗവൺമെന്റ് ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുത്ത കോമ്പൻസേഷനിൽ നിന്നും അവർക്ക് വാടക എടുത്തു കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഗവൺമെന്റിന് ബാധ്യതയില്ലാതെ അതോടൊപ്പം തന്നെ വാടക കൊടുക്കാതെ എങ്ങനെ നമുക്ക് നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ക്വാർട്ടേഴ്സുകളൊക്കെ കണ്ടെത്തി അതിന്റെ ഫർണിഷ് ചെയ്യുന്നതിന് വേണ്ടി കലക്ടറെ ചുമതലപ്പെടുത്തി. അതേപോലെ തന്നെയാണ് കാരാപ്പുഴ സൈറ്റിൽ ഏതാണ്ട് 125, 130ഓളം വീടുകൾ പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീട്ടിലത്തെ ഏതാണ്ട് 150 വീടുകളിൽ ആളുകളില്ല. പുനരധിവാസത്തിന് വേണ്ടിയാണ് പട്ടികവർഗക്കാരുടെ. അത്തരം വീടുകൾ ഏതാണ്ട് 1.5 വർഷത്തേക്കോ നമ്മൾ ആദിവാസി സംഘടനാ നേതാക്കളൊക്കെ വിളിച്ച് ബോധ്യപ്പെടുത്തി ആ വീടും കൂടി എടുത്ത് അത് വാട്ടർ കണക്ഷനും വൈദ്യുതി കണക്ഷനും ഒരു റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭാവിയിലേക്ക് അത് വേണം. പട്ടികവർഗക്കാർക്ക് കൊടുക്കാനാണെങ്കിലും അത് ആവശ്യമാണ്. അതിപ്പോൾ തന്നെ ചെയ്ത് അങ്ങോട്ട് കുറെ ആളുകളെ മാറ്റുകയാണെങ്കിൽ കുറെ ആശ്വാസങ്ങൾ ഉണ്ടാവും. പിന്നെ പുനരധിവാസം എന്ന് പറയുന്നത് താൽക്കാലിക സംവിധാനം. സ്ഥിരം സംവിധാനം എന്താണ്? അവിടുത്തെ ആളുകൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്കിനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളെ മാറ്റി പാർപ്പിക്കും. അപ്പൊ പുനരധിവാസം എന്ന് പറയുന്ന പദ്ധതിക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. വിശാലമായി നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. സർക്കാർ ഒരു പദ്ധതിയിലേക്ക് എത്തുന്നു. പ്രതിപക്ഷവും ഒരു ടൗൺഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് സർക്കാരിനോടൊപ്പം പൂർണ്ണമായും സഹകരിക്കുമെന്ന് പറയുന്നു. വളരെ വ്യക്തമാണ്. ഞാൻ ഇനി ഒരു കാര്യം കൂടി അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താം. മിനിസ്റ്റർ അല്പസമയം കൂടി തുടരണം. ഞാൻ ജിയോളജിസ്റ്റ് ശ്രീകുമാറിനോട് എനിക്കൊരു ചോദ്യമുള്ളത്, പലപ്പോഴും ഈ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു, നമ്മൾ പുനരധിവാസത്തിലേക്ക് എത്തി. ഇനി ദുരന്ത നിവാരണവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അതിന്റെ പ്രതിരോധവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുന്നു, പ്രകമ്പനങ്ങൾ നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നു. ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഈ മേഖലയിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വാർണിംഗ് സിസ്റ്റം ഈ മേഖലയിൽ സ്ഥാപിക്കുന്നത് എത്രത്തോളം ആവശ്യമാണ് ശ്രീകുമാർ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഡെറാഡൂണിലും തമിഴ്നാട്ടിലും നീലഗിരിയിലും ഇതേപോലെ വാർണിംഗ് സിസ്റ്റം 4 വർഷം ടെസ്റ്റിന് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലിന് ശേഷം. വയനാട്ടിലെ പല മേഖലകളിലും നമുക്ക് ഈ വാർണിംഗ് സിസ്റ്റം കൊടുക്കാൻ കഴിയുമോ? അതിൻ്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ്? നമുക്കത് സർക്കാരിനോട് പറയാൻ കഴിയുമോ ശ്രീകുമാർ ഈ ഘട്ടത്തിൽ? നമ്മൾ 2018-19 ശേഷമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പല സ്ഥലങ്ങളിലും ഈ ഏർലി വാർണിംഗ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള
പദ്ധതികൾ ആരംഭിക്കുന്നത്. അവർ ശരിക്കും ഒരു ട്രയൽ റണ്ണിലാണിപ്പോൾ. കാരണം നമുക്ക് പല ഡേറ്റകളും പരിശോധിച്ച് അതിൻ്റെ ഒരു ഫലം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് പല ഇപ്പം നേപ്പാളിലൊക്കെ പല ഏജൻസികളുമൊക്കെ യൂണിവേഴ്സിറ്റികൾ, വെളിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളുമൊക്കെ ഇത്തരത്തിലുള്ള പല ഏർലി വാർണിംഗ് സിസ്റ്റംസും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോട്ടോടൈപ്പ് നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് അത് സ്ഥാപിക്കാൻ നമുക്ക് സഹായമാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് ഒരു സൈറ്റ് സ്പെസിഫിക് ആണ്. അതായത് ഒരു പ്രദേശത്തിന് യോജിക്കുന്നതായിരിക്കില്ല മറ്റൊരു പ്രദേശത്ത് വരിക. കാരണം അവിടുത്തെ മഴയുടെ തോത് വന്നു കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം ഇതൊരു മീറ്റിയോളജിക്കൽ ഡിസാസ്റ്റർ എന്നാണ് ലാൻഡ് സ്ലൈഡിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം മഴ ഇറങ്ങിച്ചെല്ലുന്ന എത്ര ഡെപ്തിലാണ്, ഈ കനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എത്രമാത്രം, കാരണം ആ മണ്ണിൻ്റെ അകത്തുള്ള പോറസ് സ്പേസസ് എത്രമാത്രം വോയിഡ് സ്പേസസ് ഉണ്ട്, അതെങ്ങനെയാണ് ഈ വെള്ളം താഴോട്ട് വളരെ സ്പെസിഫിക് ആയിരിക്കും. അതായത് ഓരോ പ്രാദേശികമായിട്ടായിരിക്കും അതിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുന്ന വാർണിംഗ് സിസ്റ്റം വേണ്ടത്. ഇതുകൂടി നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തണം. ഈ ഏർലി വാർണിംഗ് സിസ്റ്റം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ടെസ്റ്റിലാണ് ഇരിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിലും ഡെറാഡൂണിലാണെങ്കിലും നമുക്കതിനെക്കുറിച്ച് കൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടാവുന്നതല്ലേ? പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ ഉള്ളാകുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഫലം കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ട സമയമായിട്ടില്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. ആ നിലയിൽ തന്നെ നമുക്ക് ആലോചിച്ച് മുന്നോട്ട് പോകാം. ഇത് ഓരോ ഇടങ്ങളിലും വ്യത്യസ്തമായ ഒരു നില വരുന്നതിൻ്റെ പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉള്ള പ്രശ്നങ്ങൾ മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ പരിശോധിച്ച് ഏർലി വാർണിംഗ് സിസ്റ്റം എങ്ങനെ നമുക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അത് സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. മിനിസ്റ്റർ, ഇവരോടൊക്കെ ക്യാമ്പിലുള്ളവരോടൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്നിപ്പോൾ ജനകീയ തെരച്ചിലിന് മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ മനസ്സിപ്പോൾ എങ്ങനെയാണ്, ഏത് നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു മിനിസ്റ്റർ? ജനകീയ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയൊരു അനുഭവം, ക്യാമ്പിൽ ഉള്ള സമയത്ത് സന്നദ്ധ അറിയിച്ച് വരാൻ തയ്യാറായവർ ഇവിടെ എത്തുമ്പോൾ മനസ്സൊന്ന് പെടയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ അരുണുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തോ ആണല്ലോ, ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ പെടയിലുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ വലിയ നിലയിലേക്കുള്ള ജനകീയ തെരച്ചിൽ നടത്താൻ പോവുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഞായറാഴ്ച ഉച്ചവരെ വലിയ നിലയിൽ നടത്തുകയാണ്. പക്ഷേ അതിൽ മാനസികമായി ഇത് താങ്ങാൻ പറ്റാത്ത ആളുകളെ ഇവിടെ കൊണ്ടുവരാത്തൊരു നില സ്വീകരിക്കാനാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. കാരണം ആ ക്യാമ്പിൽ നിന്നൊരു കുഴപ്പമില്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മണ്ണെല്ലാമാണല്ലോ. ആ മണ്ണ് നഷ്ടപ്പെടുന്നു, മണ്ണിൻ്റെ ചിത്രം തന്നെ ആകെ മാറുന്നു, ആ പ്രദേശമാകെ മാറുന്നു. അത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ നിലയിൽ പറ്റാവുന്ന ആളുകളെ അവിടേക്ക് കൊണ്ടുവരിക, അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ എല്ലാവരെയും കൊണ്ടുവരിക. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അതോടൊപ്പമുണ്ട്, എല്ലാവരും ഉണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോഴും അത് തന്നെയാണ് ആലോചിച്ചത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതെ, ഞങ്ങളെല്ലാവരും മന്ത്രിമാർ, അതുപോലെ തന്നെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ചാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആലോചനകൾ നടത്തുന്നത്. അപ്പോൾ ജനകീയ തെരച്ചിൽ എല്ലാ നിലയിലും ഞായറാഴ്ച നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ജനങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കുക, അവർക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത് നടപ്പിലാക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച എല്ലാ നിലയിലും ജനകീയ തെരച്ചിലുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ സി ബാലകൃഷ്ണൻ, ഞായറാഴ്ചത്തെ ജനകീയ തെരച്ചിൽ കഴിയുന്നതോടുകൂടി ഈ തെരച്ചിലെന്ന ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടം, ആദ്യം രക്ഷാദൗത്യം, രണ്ടാം ഘട്ടം തെരച്ചിൽ, മൂന്നാം ഘട്ടമാണ് പുനരധിവാസം എന്നുള്ളത്. അപ്പോൾ ആ തെരച്ചിൽ രണ്ടാമത്തെ അധ്യായവും ഏറെക്കുറെ അവസാനിക്കും അല്ലേ ഐ സി ബാലകൃഷ്ണൻ? ഏറെക്കുറെ അല്ല, അതിൻ്റെ അകത്ത് രണ്ടാം ഘട്ടം ജനകീയ തെരച്ചിലോടുകൂടി ഒരു ചിത്രം പുറത്ത് വരും. കാരണം നിലവിൽ ഈ ബോഡികൾ അവിടെയുണ്ടോ, അല്ല മറ്റേ ദിക്കിലേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ട് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. മിനിസ്റ്റർ പറഞ്ഞതുപോലെ അവിടെ എത്തുമ്പോൾ ഒരു മാനസിക പ്രശ്നമുണ്ടാകും ചില ആളുകൾക്ക്.
അപ്പോൾ സ്വാഭാവികമായി ആ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകർ, ആ പ്രദേശത്തുള്ള യുവാക്കൾ, അവരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള അവിടുത്തെ പഴയ അന്തരീക്ഷങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പുതിയ തെരച്ചിൽ നയത്തിലേക്ക് പോകുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇന്നിപ്പോൾ ഒരു വാർത്ത, അതെന്താണെന്നുള്ള അറിയില്ല, ഏതാണ്ട് 4 ബോഡി ഇന്ന് കിട്ടി. പക്ഷെ ആ ബോഡി ഇങ്ങോട്ട് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെ തെരച്ചിൽ നടത്തിയ ആളുകൾ, കണ്ടെത്തിയ ആളുകൾ പറയുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം ഭൂചലനം എന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത സൃഷ്ടിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വയനാടിൻ്റെ സാഹചര്യങ്ങൾ അറിയാലോ. ഞാൻ ഇന്ന് തന്നെ മിനിസ്റ്ററുമായി സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുള്ള സദസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു, വയനാടിനെ കുറിച്ച് ഒരു പഠനം, വയനാട്ടിലൊരു പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതേപോലുള്ള ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ പല ദിക്കുകളിലും ഉണ്ടായിട്ടുണ്ട് ജില്ലയിൽ. ഇവിടെ തന്നെ അറിയാലോ, 84 ചെറിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു മേഖലയാണ് വീണ്ടും ഒരു വലിയൊരു ഭയാനകമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാടിനെ പ്രത്യേക രീതിയിലുള്ള ഒരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ഇതിപ്പോ എന്താ ഒരു ശബ്ദം കേട്ടു പല മേഖലകളിൽ നിന്നും. അത് പിന്നെ ഇടയ്ക്കിൽ നിന്ന് തുടങ്ങി അമ്പലവയൽ പഞ്ചായത്ത്, അതിനുശേഷം മേപ്പാടി എത്തി, ബെങ്ങപ്പള്ളി എത്തി, പൊഴുതണ എത്തി, അങ്ങനെ കോഴിക്കോട്, അങ്ങനെ പാലക്കാടേക്ക് എത്തുകയാണ് ചെയ്തത്. OP മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ OP മിശ്ര ഡയറക്ടർ NCSന്റെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആശങ്ക മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തിനും ഒരു കരുതൽ ഉണ്ടാകേണ്ടതും, ഇത്തരം ക്രിട്ടിക്കലായ ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ എല്ലാവരും എല്ലാം മറന്ന്, നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, വിവിധ ആശയങ്ങളുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു കാര്യം വിജയിപ്പിക്കാൻ കഴിയൂ. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പൂർണ്ണമായിട്ട് നമ്മൾ അഭിനന്ദിക്കുകയാണ്. മാധ്യമങ്ങൾ എന്ന രീതിയിൽ, സമൂഹത്തിന്റെ ഭാഗം എന്ന രീതിയിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നു. മിനിസ്റ്ററും MLA കൂടി ഇങ്ങനെ ഇരുന്ന് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതും കൗതുകകരമായൊരു കാഴ്ച കൂടിയാണ്. MLA പറയുന്നത് മിനിസ്റ്റർ കേൾക്കുന്നു, മിനിസ്റ്റർ പറയുന്നത് MLA പറയുന്നു. ജനകീയ തെരച്ചിൽ വേണമെന്ന് പ്രതിപക്ഷം ഒരു ആവശ്യം വയ്ക്കുമ്പോൾ തീർച്ചയായും അത് 1 ദിവസമല്ല 2 ദിവസമാകാം എന്ന് തന്നെ ഭരണപക്ഷം പറയുന്നു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. എന്തായാലും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. നാളെ ഇനി IC ബാലകൃഷ്ണൻ സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ 2000 കോടി രൂപയെങ്കിലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് വേണ്ടേ? പൂർണ്ണമായി പിന്തുണ സർക്കാരിൻ്റെ ആവശ്യത്തിന് പ്രതിപക്ഷം നൽകുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് മാത്രം കഴിയില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെയും വലിയ പിന്തുണയും അതോടൊപ്പം 2000 കോടിയിലധികം തുക അനുവദിക്കേണ്ടതുണ്ട്. മാത്രമല്ല അറിയാലോ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ സംഘടനകൾ, വിവിധ ഏജൻസികൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അവരും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായുള്ള പഠനം നടത്തി. ഇതില് ഇത്തരം പുനരധിവാസ പദ്ധതിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇത്ര ആളുകളെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവരുടെ സഹകരണം കൂടി അതിന്റെ അകത്തുണ്ടാകണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നത്. ഇപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് 3 സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, കേന്ദ്ര ഗവൺമെൻറ് 11,500 കോടി രൂപയാണ് ഈ തൊട്ടു മുമ്പ് ഒരു പ്രത്യേക പാക്കേജായി അനുവദിച്ചത്. 11,500 കോടി 3 സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. അവിടെ അനുവദിച്ചതിന് 3 സംസ്ഥാനം അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരളത്തിനും ഈ വിഷയത്തിൽ അനുവദിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് 3 സംസ്ഥാനങ്ങൾക്ക് കൂടിയാണ് 11,500 കോടി. അപ്പോൾ കേരളത്തിന് അതുപോലെ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അദ്ദേഹത്തിന് നേരിട്ട് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു പ്രഖ്യാപനം നടത്തുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും നാളത്തെ കാഴ്ച കൂട്ടിച്ചേർക്കാനുണ്ട്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ എങ്ങനെ സഹായിച്ചു എന്നുള്ള രീതിയിൽ തന്നെ കേരളത്തെ കേന്ദ്രം സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. ഈ വിഷയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ കേരള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു, ഇതൊരു ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരു പാക്കേജ് തന്നെ വയനാടിന്റെ കാര്യത്തിൽ കേരളത്തിന് സമർപ്പിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.
അതുകൊണ്ട് തന്നെ മിനിസ്റ്ററും ഞങ്ങളൊക്കെ പറയുന്നത് പോലെ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇന്നും ഈ സമയവും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു IC ബാലകൃഷ്ണൻ, താങ്ക് യു മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, താങ്ക് യു ശ്രീകുമാർ, ജിയോളജിസ്റ്റ് നമുക്കൊപ്പം ചർച്ചയിൽ ചേർന്നതിന്. നാളെ 12:15 പ്രധാനമന്ത്രി എത്തുക. നമുക്ക് പ്രധാനമന്ത്രി വരുന്നത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക തുടങ്ങിയ വിവരങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ 15,500 കോടി രൂപയാണ് 3 സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഈ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത്. എത്ര കൊടുത്താലും മതിയാവത്തില്ല. നഷ്ടപ്പെടുത്തിയതും ഭൂപടത്തിൽ നിന്ന് മാറ്റിയതും ഒരു നാടിനെ മാത്രമല്ല, നാട്ടിലെ മനുഷ്യരുടെ സ്വപ്നങ്ങളാണ്. കേരളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് വയനാടിനെ. ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് തന്നെയാണ് രക്ഷാദൗത്യത്തിനിറങ്ങിയത്, തെരച്ചിലിനിറങ്ങിയത്. ഇനി പുനരധിവാസത്തിലും സർക്കാരിന് പൂർണ്ണ പിന്തുണയെന്നാണ് പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ സഹായവും സ്നേഹവും നമുക്കുണ്ടാവണം. ഈ ഘട്ടത്തിൽ എല്ലാ എതിർപ്പുകളും എല്ലാ വിദ്വേഷങ്ങളും പരസ്പരം മാറ്റിവെച്ച് വയനാടിനു വേണ്ടി നമുക്ക് ഒരുമിക്കാം. സാധാരണക്കാരായ മനുഷ്യരാണ്, അവരെ നമ്മളല്ലാതെ ആരും രക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, നാളെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തും. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയതിനു ശേഷം എയർഫോഴ്സിൻ്റെ പ്രത്യേക ഹെലികോപ്റ്ററിലായിരിക്കും പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖല സന്ദർശിക്കുക. പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്ന് നാളെ 12:15 ദുരന്ത മേഖലകളിലേക്ക് ആകാശക്കാഴ്ചയ്ക്ക് വേണ്ടി പുറപ്പെടും. കൽപ്പറ്റ ഭാഗത്തു നിന്നും ഒപ്പം ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല ഭാഗങ്ങളിലെ കാഴ്ചകൾ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലിരുന്ന് വീക്ഷിക്കും. അതിനുശേഷം വെള്ളാർമല GVHS സ്കൂളിലേക്കെത്തും. അതിനുവേണ്ടി കൽപ്പറ്റ സ്കൂളിൽ ഹെലികോപ്റ്റർ ഇറങ്ങി പ്രധാനമന്ത്രി വെള്ളാർമല GVHSലേക്ക് പോകും. ഏകദേശം ഭാഗികമായി തകർന്നിരിക്കുന്ന വെള്ളാർമല GVHS കണ്ടതിനു ശേഷം അവിടെ നിന്നും നേരെ ബെയിലി പാലത്തേക്ക് എത്തും. ബെയിലി പാലത്തിൽ വെച്ച് കേന്ദ്രസേനയുമായി പ്രധാനമന്ത്രി സംസാരിക്കും. ഒപ്പം ക്യാമ്പിലുള്ളവരുമായി സംസാരിക്കാൻ വേണ്ടി മേപ്പാടി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കോ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കോ ഇതിലേതെങ്കിലും ഒരു ക്യാമ്പിലായിരിക്കും പ്രധാനമന്ത്രി പോകാൻ സാധ്യതയെന്നാണ് നമ്മൾ അറിയുന്നത്. ക്യാമ്പിലുള്ളവരുമായി സംസാരിച്ചതിനു ശേഷം DM വിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ളവരെ കാണാൻ വേണ്ടി പ്രധാനമന്ത്രി പോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നീട് പ്രധാനമന്ത്രി പോവുക കളക്ട്രേറ്റിൽ വെച്ചുള്ള ഒരു യോഗത്തിലേക്കായിരിക്കും. കളക്ട്രേറ്റിൽ വെച്ച് നാശനഷ്ടത്തിൻ്റെ ഇന്ന് തന്നെ കേന്ദ്ര സംഘത്തിന് കൊടുത്തിരിക്കുന്ന വിശദീകരണവും റിപ്പോർട്ടും പ്രസൻറ്റേഷനായി സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കും. അങ്ങനെ സംസ്ഥാന സർക്കാർ നാളെ വിശദീകരിക്കുന്ന ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി പ്രസൻറ്റേഷനായി കണ്ടതിനു ശേഷം 3:15 പ്രധാനമന്ത്രി കളക്ട്രേറ്റിൽ വെച്ച് നാശനഷ്ടത്തിൻ്റെ യോഗം ചേർന്ന് കാഴ്ചകൾ കണ്ടതിനു ശേഷം ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. ഇതാണ് നാളത്തെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ. 12:15 ആകാശക്കാഴ്ചയ്ക്കു ശേഷം വെള്ളാർമല ഹൈസ്കൂൾ, പിന്നീട് ബെയിലി പാലത്തിൽ വെച്ച് സൈന്യവുമായി സംസാരിക്കുന്നു. അതിനുശേഷം മേപ്പാടി ക്യാമ്പിലേക്ക് പോകുന്നു. ക്യാമ്പിൽ നിന്നും പിന്നീട് കൽപ്പറ്റ കളക്ട്രേറ്റിലേക്ക് പോകുന്നു. കളക്ട്രേറ്റിൽ വെച്ച് നാശനഷ്ടത്തിൻ്റെ വിലയിരുത്തൽ നടത്തും. ആ വിലയിരുത്തലിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രസൻറ്റേഷൻ കാണും. അതിനുശേഷം 3:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലേക്കും അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിക്കും മടങ്ങും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമായി റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം നാളെ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർക്കൊപ്പം വയനാട് നിന്നും തത്സമയം ചേരുകയും ചെയ്യും. കൊറിയയിലൊക്കെ സ്ഫോടനം നടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു വൈബ്രേഷൻ, നല്ലൊരു വൈബ്രേഷൻ ആയിരുന്നു. 2 ടൈം ഉണ്ടായിരുന്നു. മുണ്ടക്കയം പ്രദേശത്തുള്ള ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക്, ജനങ്ങൾക്കൊക്കെ വീടുകൾക്ക് ചെറിയ തരിപ്പുകൾ, ജനച്ചില്ലകളൊക്കെ ഒന്ന് വിറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവം. തിരിച്ചു കയറാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് നമുക്കറിയാം. രക്ഷാദൗത്യം കഴിഞ്ഞ് തെരച്ചിലിൻ്റെ അവസാന അധ്യായങ്ങളിലാണ് നമ്മളിപ്പോൾ. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത നേരിട്ടറിഞ്ഞ പുഞ്ചിരിമട്ടത്തെ റഷീദ് തെരച്ചിലിൽ നിന്ന് വീണ്ടും സ്ഥലത്തെത്തി. ഒരു രാത്രി ചെളിവെള്ളം കുടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട അനുഭവം മറക്കാനാവില്ലെന്ന് റഷീദ് പറഞ്ഞു. ആദ്യ ഉരുൾപൊട്ടലിൽ മണ്ണിൽ പുതഞ്ഞ ജീവനുകൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടിയപ്പോൾ കേട്ട നിലവിളികൾ ഇപ്പോഴും കാതിൽ നിന്നും വിട്ടുമാറുന്നില്ലെന്നും റഷീദ് പറയുന്നു. അർജുൻ കല്യാട് ഇന്നത്തെ ജനകീയ തെരച്ചിലിടയിൽ കണ്ട കാഴ്ചകൾ. കാരണം
ഞാൻ അജേട്ടനക്ക് വോയിസ് ഇടാണ്, ആ മൊബൈൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്, അതിൻ്റെ വോയിസ് ഇടുന്നത്. ആ സൗണ്ട് ഇപ്പോഴും മൊബൈലിലുണ്ട്, കരയുന്ന ആളുകൾ കരയുന്ന സൗണ്ട്. പിന്നെ എനിക്കാരും വിളിച്ചിട്ട് കാര്യം എനിക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടെ 3 ആളുകൾ മണ്ണിൻ്റെ അടിയിലാണ്. ആരാണ് ഈ കരയുന്നത്? ഓരോ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങൾ കുറച്ച് സിസ്റ്റം കൊണ്ട് എല്ലാവരും കൂടി വരും. ഫസ്റ്റ് തണ്ടർ ബോട്ടിൽ ഓരോ കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കുന്നതും തണ്ടർ ബോട്ട് കുടിക്കുന്നതും ചളിവെള്ളമാണ്. ദുരന്തഭൂമിയിലേക്ക് റഷീദ് വീണ്ടും എത്തി. അതായത് അന്ന് ഈ ദുരന്തം സംഭവിച്ച അന്ന് മുതൽ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ നേതൃത്വം നൽകിയ ആളാണ് റഷീദ്. നിങ്ങൾ അന്ന് ഇവിടെയുണ്ട്, സ്ഥലത്തുണ്ട്. പാതിരാത്രി ഉരുൾ പൊട്ടുന്ന സമയത്തും സംഭവമുണ്ട്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഭൂമി കുലുങ്ങിയിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. വീട് ഇങ്ങനെ കുലുങ്ങുന്ന കണ്ടിട്ട് മോളാണ് പറഞ്ഞത് ചുമരെന്തോ വൈബ്രേറ്റ് കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഭൂമി കുലുക്കാണ് എന്താ സംഭവിക്കുന്നത് അറിയാതെ ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുൻവാതിൽ തുറന്ന് നോക്കുമ്പോൾ ചളി മണ്ണ് അടിച്ചു കയറി വരുന്നത്. ഞങ്ങൾ പിന്നിലൂടെ ഓടുക ചെയ്ത് ഓടി ഒരു പരിധി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പള്ളിയിലേക്കാണ്. കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും ആദ്യം പള്ളിയിലേക്കാണ് എല്ലാവരും ഓടിക്കുക. എന്ത് അപകടം സംഭവിച്ചാൽ ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഓടുന്നത്. പക്ഷേ കുറച്ചായപ്പോൾ അവിടെയും ചളി മണ്ണ് അടഞ്ഞ് വരുന്നതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ 3-4 മിനിറ്റ് മരിക്കും എന്നുള്ള ഉറപ്പ് നിന്നു. പിന്നെ അത് കുറഞ്ഞതിന് ശേഷം അപ്പം ഞങ്ങൾ തന്നെ ഞാൻ ഒരു ആലിക്കുട്ടിയാക്കൻ്റെ റഷീദുണ്ട്, ജാഷിറുണ്ട്, പിന്നെ ഞങ്ങൾ ഇത്രയും ആളുകൾ കുറച്ച് ആളുകൾ കൂടിയിട്ട് പിന്നെ അവരെ നേതൃത്വത്തിൽ റഷീദൊക്കെ കൂടി നമുക്ക് ഇതെടുക്കുക. അല്ലാതെ മൊത്തം കരയുന്ന സൗണ്ടായിരുന്നു. കാരണം ഞാൻ അജേട്ടനക്ക് വോയിസ് ഇടാണ്. അജേട്ടൻ രണ്ടാമത് തന്നെ വിളിക്കുമ്പോൾ ഞാൻ അജേട്ടനക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, മൊബൈൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്, അതിൻ്റെ വോയിസ് ഇടുന്നത്. ആ സൗണ്ട് ഇപ്പോഴും മൊബൈലിലുണ്ട്, കരയുന്ന ആളുകൾ കരയുന്ന സൗണ്ട്. ഏകദേശം 1-ാമത്തെ പൊട്ടുമ്പോൾ 1:40 കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ഒരു മണി കണ്ട് പയ്യുണ്ട്, അവന് വോയിസ് ഇടുമ്പോൾ പുഴയുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞിട്ട് വോയിസ് ഇട്ടിരുന്നു. 2-ാമത്തെ പൊട്ടിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞങ്ങൾ ബോഡി പിന്നെ ഒരാളെ ജീവനാൽ മറുതായി എന്ന ഒരാളെ വലിച്ചെടുക്കുകയായിരുന്നു. പിന്നെ മണ്ണെന്ന് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് 2-ാമത് പൊട്ടിട്ടുന്നത്. പിന്നെ ഞങ്ങൾ ചിതറി ഓടുക ചെയ്തത്. പിന്നീട് അവരെ ബോഡിയാണ് കിട്ടിയത്. അവരും അരുൺ പറഞ്ഞ പയ്യനും ഈ അരുണിൻ്റെ അമ്മ പറഞ്ഞാൽ അരുൺ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അരുണനും ഈ മറുതായ്മയും എടുക്കാനാണ് ഞങ്ങൾ ജീവനോടെ എടുക്കാനാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് സീനത്ത് എന്ന താത്താൻ്റെ പിന്നെ ബോഡിയല്ല, പിന്നെ ജീവനോടെ കിട്ടിയത് സീൻ താത്താൻ്റെ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. അരുണിനെ ജീവനോടെ കിട്ടി. അരുണിനെ പിന്നെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ തണ്ടർ ബോൾട്ട് ആരോ വന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിട്ടെടുത്ത് ഇപ്പുറത്ത് കടത്തിയിട്ടാണ് അവർ അരുണിനെ എടുക്കുന്നത്. നമുക്ക് ഒന്നും പറയാൻ പിന്നെ ബോഡികൾ എൻ്റെ ഭാര്യ വരെ അവളെ പഠിപ്പിച്ച കുട്ടികളെ എടുക്കേണ്ടി വന്നു ഭൂമിൻ്റെ അടിയിൽ നിന്ന്. കാരണം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ടയർഡായി. അപ്പോൾ അവളെ കൊണ്ടുവന്നു. അവൾ ഞങ്ങളെ ഹെൽപ്പോടുകൂടി എടുക്കുന്നത് അവൾ പഠിപ്പിച്ച കുട്ടികളെ ആയിരുന്നു. മരണത്തിന് മുഖാമുഖം കണ്ട ഒരു ആലോചിക്കാൻ വയ്യ. ഇപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും ഇപ്പം എൻ്റെ മോള് എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം ഇതിനു മുമ്പ് അവളെ ഒന്ന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു വിംസിൻ്റെ ഒരു വണ്ടി വന്നിരുന്നു. അതിനുള്ളിൽ കയറ്റി വിംസിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്ക് അവൾ നെറ്റി വിറച്ച് പുറത്തേക്ക് ചാടി. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നെട്ടലുണ്ട്. നിങ്ങളുടെ വീടൊക്കെ ഞാൻ കോട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ഞാൻ വീട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അയൽവാസികൾ 4 പേര് പോയി. അതിന് പുറമെയാണ് എൻ്റെ കുടുംബത്തിൽ 40ഓളം ആൾ പോയിട്ടുണ്ട്. അതിൽ 16 ബോഡിയേ കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഈ പ്രദേശവാസികൾ പറഞ്ഞു നൽകുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷീദ് ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേരെ ഈ മണ്ണിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെ ഉറ്റവരെ, ഉടയവരെ, സ്നേഹിക്കുന്നവരെ, ബന്ധുക്കളെ, ഇവരുടെ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപാഠികളെ എല്ലാം തന്നെ ഈ മണ്ണിൽ നിന്നും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, വയനാട്. 11-ാം നാളിലെ ജനകീയ തിരച്ചിൽ വലിയ പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ തങ്ങളുടെ ശരീരത്തിൻ്റെ അവയവമായി മാറിയ വീടും പരിസരവും കണ്ടപ്പോൾ അറിയാതെ അവർ വിതുമ്പിപ്പോയി. ഈ കാഴ്ചകൾക്കിടയിലും സഹായപ്രവാഹമുണ്ട്. പുഴ വീണ്ടും ഒഴുക്ക് തിരിച്ചെടുത്തു. പക്ഷേ അവിടുത്തെ സാധാരണ മനുഷ്യർ ജീവിതത്തിൻ്റെ ഒഴുക്കിപ്പോഴും വീണ്ടെടുത്തിട്ടില്ല. സഹായഹസ്തവുമായി നിരവധി പേരെത്തി. അത്തരത്തിലൊരു കഥയാണിനി. മുണ്ടക്കൈ ദുരന്തത്തിൽ ജീപ്പ് നഷ്ടപ്പെട്ട് ഉപജീവനമാർഗം പ്രതിസന്ധിയിലായ ചൂരൽമലയിലെ വായ്പാടൻ നിയാസിന് ആശ്വാസം. റിപ്പോർട്ടർ TV കോഫി വിത്ത് അരുണിലൂടെ നിയാസിന്റെ സങ്കടം കണ്ട സുമനസുകൾ ജീപ്പ് വാങ്ങി നൽകാൻ തയ്യാറായി രംഗത്തെത്തി. പരപ്പനങ്ങാടിയിലെ ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മ 3 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ബാക്കി മുഴുവൻ തുകയും നൽകി നിയാസിന് മെച്ചപ്പെട്ട ജീപ്പ് വാങ്ങി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രഖ്യാപിച്ചു. ഇത്രയും കാലം കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു, പൊന്നുപോലെ കൊണ്ടുവരുന്ന വണ്ടി. ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം 3.5 കൊല്ലത്തിനടുത്ത് ലോണിലാണ് എടുത്ത വണ്ടി. അതൊക്കെ ഓടി ലോണൊക്കെ അടച്ച് തീർന്ന് വന്നിട്ടുള്ളൂ. കണ്ടിട്ട് എന്താ വണ്ടി നോക്കാൻ തന്നെ കഴിയുന്നില്ല. കേവലം ഒരു വാഹനം എന്നതിനപ്പുറം നിയാസിന് പ്രാണനായിരുന്നു ആ ജീപ്പ്. അത് നഷ്ടപ്പെട്ടതിനുള്ള സങ്കടം ഈ വാക്കുകളിൽ വ്യക്തം. ഇന്നലെ റിപ്പോർട്ടർ TVയിലെ കോഫി വിത്ത് അരുണിലൂടെ നിയാസിന്റെ ഉൾപ്പിടപ്പ് തിരിച്ചറിഞ്ഞ പരപ്പനങ്ങാടിയിലെ ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തി.
ജീപ്പ് വാങ്ങുന്നതിന് 3 ലക്ഷം രൂപ നൽകാമെന്ന കൂട്ടായ്മ പ്രതിനിധി ഹമീദ്. അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോ ഒരു നിയാസ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അത് രക്ഷപ്പെടുന്നത് മാത്രമല്ല ഹമീദെ, അതൊരു വലിയ കാര്യമല്ലേ. നമുക്ക് ഒരാളുടെ ജീവിതത്തിലാണെങ്കിൽ അത് ആ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്നൊരു ജീപ്പാ. എന്തായാലും ഞാനിത് നിയാസിനോട് പറയട്ടെ, നീ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പറഞ്ഞോളൂ, എന്റെ നമ്പറും കൊടുത്തോളൂ. താങ്ക് യു. നമ്മളെ ചെയ്തു കൊടുക്കാം. ഫണ്ടീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ 650ഓളം അംഗങ്ങൾക്ക് കേരളത്തിന്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യം രേഖപ്പെടുത്തും. നിയാസിന് മെച്ചപ്പെട്ട ജീപ്പ് വാങ്ങുന്നതിന് പൂർണ്ണ സഹായ വാഗ്ദാനവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോഫി വിത്ത് തരുണിലൂടെ ഇന്ന് ആ പ്രഖ്യാപനം നടത്തി. നിയാസിന് ജീപ്പ് വാങ്ങാൻ എത്ര രൂപയാണോ ആകുന്നത് അത്രയും രൂപ നിയാസിനെ ഏൽപ്പിക്കാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ആരോ കുറച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, കൊടുക്കുന്നില്ല എങ്കിൽ മുഴുവൻ പണവും കൊടുത്ത് നിയാസിന് അതുപോലൊരു ഒരു നല്ല ഗംഭീരമായ ജീപ്പ് നമ്മൾ വാങ്ങും. നിയാസിന്റെ സമാധാനം നമ്മൾ തിരിച്ചു കൊണ്ടുവരും. സന്തോഷവും നന്ദിയും വാക്കുകളിൽ ഒതുക്കാനാകാതെ പ്രയാസപ്പെടുന്ന നിയാസിനെയാണ് പിന്നെ നമ്മൾ കണ്ടത്. സമാധാനമായിട്ടുണ്ട്. ജീപ്പ് കിട്ടിയാലേ സമാധാനമാവത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് സമാധാനം അറിയില്ല സാർ. പറയൂ നിയാസ്. സാറേ വളരെ സന്തോഷമുണ്ട് സാറേ കേട്ടപ്പോൾ തന്നെ. റിപ്പോർട്ടർ ടിവിയിലൂടെ നിയാസിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നതിൽ ഞങ്ങൾക്കും അഭിമാനം. നമുക്ക് നിയാസിന്റെ കയ്യിലിരുന്ന 2014 മോഡലല്ലേ, അതിനേക്കാൾ നല്ലൊരു വണ്ടി രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വണ്ടി വാങ്ങുന്ന ദിവസം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നിയാസിന്റെ അവസ്ഥ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നിയാസിന്റെ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് സല്യൂട്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അല്ലമീൻ ഇൻ റിപ്പോർട്ടർ വയനാട്. നിയാസിന്റെ കാഴ്ച പുറത്തു കൊണ്ടുവന്നതും നിയാസിന്റെ മുഖത്ത് പുഞ്ചിരി തെളിച്ചതും പിന്നിൽ അല്ലമീൻ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ കൂടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്ക് ആ ഒഴുക്ക് വീണ്ടെടുക്കണം. അതിനുവേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സഹായം ഇനിയും ഉണ്ടാവണം. തുടർന്നും വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കാം, വീണ്ടെടുക്കാം.